ഞാനുണ്ടല്ലോ ഒരു ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. മറ്റന്നാൾ കല്യാണത്തിന് ഇടാനുള്ളത് ഇന്നാണ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് തൃശ്ശൂർ എത്തിക്കണം ഈ ഡ്രസ്സ്. കൊറിയർ അയക്കൽ എങ്ങനെയായാലും നടക്കൂല. അപ്പൊ വേറൊരു വഴി ഉണ്ട്, ആ വഴി അന്വേഷിച്ച് വന്നതാണ്. ഇപ്പം ഈ ഒരു സ്ഥലത്തുമ്പോ എന്തോ ഒരു ഇതാണ് മനസ്സിന്. ഓക്കെ, അപ്പൊ ഡ്രസ്സ് നമ്മൾ ബസ് വഴിയാണ് അയക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഇങ്ങനെ അയക്കാൻ പോകുന്നത്. എന്റെ കാക്കാക്കും ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും വള്ളിയൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ നേരെ ചെല്ലുക ഇന്ത പയ്യന്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സ് ഞാൻ എങ്ങനെ അവരെ കയ്യിൽ എത്തിക്കും എന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഇവൻ വിളിച്ചത്. അപ്പൊ അവനോട് കാര്യം പറഞ്ഞപ്പോ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരുന്നു അവൻ. ഓക്കെ, അപ്പൊ അതൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് ഓന് ഒരുപാട് പറഞ്ഞെങ്കിലും എനിക്ക് എന്തോ അങ്ങോട്ട് പോകാനൊരു ചമ്മൽ. തൊട്ടടുത്തുള്ള അൽമാസ് ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ചായ കുടിച്ചത്. ക്യാൻറ്റീൻക്ക് എന്ന് പറഞ്ഞു കൂടുന്നത് വേറെന്തോ ഒരു തട്ടുകട പോലത്തെ സംഭവം. ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആണ്. ക്യാൻറ്റീൻ അല്ല, ഒരു തട്ടുകട സെറ്റപ്പ് അങ്ങനെ പറയാം. പിന്നെ ചായക്ക് കടിക്കാൻ ഒരു കടി വാങ്ങിച്ചു. അവിടുത്തെ ബായി പറഞ്ഞത് ഉന്നക്കായി ആണെന്നാണ്. എന്തോ അവില് നിറച്ചൊരു സംഭവം. അവരുടെ നാട്ടിൽ ചിലപ്പോ ഇതായിരിക്കും ഉന്നക്കായി. ചായ ഇവൻ വാങ്ങി തരുമെന്ന് പറഞ്ഞ് പോയിട്ട് ലാസ്റ്റിന്റെ കാക്കന്നെയാണ് ഗൈസ് ബില്ലടച്ചത്. അങ്ങനെ അവൻ ബായും പറഞ്ഞു പോയി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ മുമ്പ് എനിക്ക് എന്റെ ചുട്ടുമണിക്ക് പമ്പേഴ്സ് വാങ്ങാനുണ്ട്. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയച്ച ഡ്രസ്സിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പൊ ഓക്കെ, ബൈ.